നദിക്കരയിലെ ഞാവൽ മരത്തിൽ ഒരു കുരങ്ങൻ ജീവിക്കുന്നുണ്ടായിരുന്നു. അതേ നദിയിൽ വലിയ ഒരു മുതലയും ഉണ്ടായിരുന്നു. കുരങ്ങനും മുതലയും വലിയ ചങ്ങാതിമാരായിരുന്നു. കുരങ്ങൻ ദിവസേന ധാരാളം ഞാവൽപ്പഴങ്ങൾ പറിച്ച് മുതലയ്ക്ക് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം മുതല കുറെ ഞാവൽപ്പഴങ്ങൾ എടുത്ത് തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്റെ സുഹൃത്തായ കുരങ്ങൻ തന്നതാണെന്ന് പറഞ്ഞു. എത്ര മധുരമുള്ള ഞാവൽപ്പഴങ്ങൾ! കഴിച്ചതിനു ശേഷം അവൾ പറഞ്ഞു. ഞാവൽപ്പഴങ്ങൾക്ക് ഈ മധുരമാണെങ്കിൽ ദിവസേന അത് കഴിക്കുന്ന കുരങ്ങന്റെ കരൾ എത്രമാത്രം മധുരമുള്ളതായിരിക്കും. എനിക്ക് അത് വേണം, അവൾ നിർബന്ധം പിടിച്ചു. അടുത്ത ദിവസം മുതല കുരങ്ങനോട് പോയി പറഞ്ഞു, സുഹൃത്തെ, എന്റെ ഭാര്യയ്ക്ക് നിന്നെ കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. നമ്മുടെ സൗഹൃദത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നിന്നെ ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ദയവായി എന്നോടൊപ്പം വരും. ഇതും വിശ്വസിച്ച് കുരങ്ങൻ മുതലയുടെ പുറത്തേറി. ഇന്ന് എന്റെ സഹോദരിയുടെ കയ്യിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കാം, അവൻ പറഞ്ഞു. പക്ഷേ നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ മുതല ഉള്ള സത്യം തുറന്നു പറഞ്ഞു. എന്റെ ഭാര്യയ്ക്ക് നിന്റെ കരൾ വേണം, അതിനാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ഇത് കേട്ട കുരങ്ങൻ ഭയപ്പെട്ടു. പക്ഷേ അവൻ അത് പുറത്തു കാട്ടി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണോ കാര്യം? എന്നാൽ നേരത്തെ പറയണമായിരുന്നു. ഞാൻ എന്റെ കരൾ മരത്തിനു മുകളിൽ വെച്ചിരിക്കുകയാണ്. വരൂ, നമുക്ക് തിരിച്ചുപോയി അതെടുത്തുകൊണ്ടുവരാം. മുതല അത് വിശ്വസിച്ച് കരയിലേക്ക് മടങ്ങി. മരത്തിനടുത്തെത്തിയപ്പോൾ കുരങ്ങൻ തന്റെ ജീവനും കൊണ്ട് എടുത്തു ചാടി. അതിനുശേഷം ഇപ്രകാരം പറഞ്ഞു, നീയൊരു വഞ്ചകനാണ്. ഞാൻ നിന്നെ സുഹൃത്തെന്ന് തെറ്റിദ്ധരിച്ചു. മേലിൽ നീയുമായി യാതൊരു ചങ്ങാത്തവുമില്ല. ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. ഇത് കേട്ട മുതല ലജ്ജിച്ച് മടങ്ങിപ്പോയി. ഈ ലോകത്തെ നമ്മുടെ വഴികളിൽ ധാരാളം വഞ്ചന പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ ജീവിക്കാം.